Hi everyone, my name is Swati Sugadan. I am working as an assistant professor in AAA Department of Srinarayana Institute of Technology. Let's have another session of programming in C. Using Module 4. So in Module 4, we already discussed what is modular programming, what is a function, what are formal and actual parameters, and what is meant by pass by value. If you want to see the previous classes, you can follow these links, and for further reference, you can refer the textbook Programming in ANSI by E. Balavinsami. Okay, so let's see what are the objectives of today's class. In today's class, we are going to discuss about recursion and factorial using recursion. So this is a sample program. So what is a recursion? Recursion എന്ന് വെച്ചാൽ എന്താണ്? എന്താണ് ഇതിന്റെ ആവശ്യം? Cയിൽ എന്താണ് ഇതിന്റെ application? Okay. So a function that calls itself is known as a recursive function and this technique is known as recursion. ഒരു ഫംഗ്ഷൻ, സോ നമുക്കറിയാം നമ്മൾ ഒരു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഒരു സെപ്പറേറ്റ് നമ്മുടെ ലെങ്തി പ്രോഗ്രാംസിനെയൊക്കെ ഈസി ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ ലെങ്തി പ്രോഗ്രാമിനെ ഒരു സെപ്പറേറ്റ് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയാണോ നമുക്ക് ആ ഒരു ഫംഗ്ഷൻ ആവശ്യമായിട്ട് വരുന്നത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിൽ നിന്നും ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സെപ്പറേറ്റ് ഇൻഡിവിജ്വൽ പ്രോഗ്രാംസ് ആണ് ഫംഗ്ഷൻസ്. ഓക്കെ, സോ റിക്കർഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ഫംഗ്ഷൻ തന്നെ ഒരു പ്രത്യേക ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നുണ്ട്. ആ ഫംഗ്ഷൻ തന്നെ അതിനെ മൾട്ടിപ്പിൾ ടൈംസ് കോൾ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ, അതിനെയാണ് റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഒരേ ഫംഗ്ഷൻസ് ചെയ്യേണ്ടി വരുന്ന കേസിലൊക്കെയാണ് നമ്മളിതിനെ റിക്കർഷൻ എന്ന് പറയുന്നത്. While using recursion, programmers need to be careful to define an exit condition from the function, otherwise it will go into an infinite loop. നമ്മൾ റിക്കർഷൻ യൂസ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ഒരു കുറേ ടൈംസ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ഒരു പ്രോഗ്രാം, ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു എൻഡ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു എക്സിറ്റ് കണ്ടീഷൻ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രോഗ്രാം ഇൻഫൈനൈറ്റ് ലൂപ്പിൽ പോകും, അതായത് ഒരു നെവർ എൻഡിങ് പ്രോഗ്രാം ആയിട്ട് മാറും. Recursion makes a program elegant. However, its performance is vital. Use loops instead, as recursion is usually much slower. Okay, so നമ്മൾ യൂഷ്വലി റിക്കർഷൻ യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിനെക്കാട്ടിൽ കുറച്ചും കൂടി ഫാസ്റ്റർ എക്സിക്യൂഷൻ ആയിരിക്കും ഫങ്ഷൻസിൻ്റെ റിക്കർഷൻ വെച്ചിട്ട്. സോ അതെന്ന് പറയുന്നത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ എക്സിക്യൂഷൻ സ്പീഡ് ഇൻക്രീസ് ചെയ്യിക്കും. നമ്മളിവിടെ റിക്കർഷനെ പറ്റി പറയാൻ പോകുന്നത് ബൈ യൂസിങ് ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ്. ഇതാണ് റിക്കർഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ സ്റ്റാൻഡേർഡായിട്ട് യൂസ് ചെയ്യുന്ന ഒരു എക്സാമ്പിളാണ് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ യൂസിങ് റിക്കർഷൻ. ഓക്കെ, സോ ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ n is denoted by n factorial അല്ലേ? ഓക്കെ, സോ നമുക്കറിയാം നമ്മൾ ഫാക്ടോറിയൽ ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ n ഫാക്ടോറിയൽ എന്ന് പറയുന്ന ഒരു നൊട്ടേഷനാണ്. സോ എൻ്റെ നമ്പർ n ആണ്. സോ എന്നിൻ്റെ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യും n ഫാക്ടോറിയൽ. ഓക്കെ, സോ നമുക്കറിയാം n ഫാക്ടോറിയൽ ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു എക്സെട്ര n മൈനസ് 2 ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു n. ഓക്കെ, സോ അതായത് n ഇൻറ്റു n മൈനസ് 1 ഇൻറ്റു ഇങ്ങനെയാണ് നമ്മളുടെ ഫാക്ടോറിയലിൻ്റെ എക്സ്പ്ലനേഷൻ അല്ലേ? ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എനിക്ക് 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. അതിന് ഞാൻ എന്ത് ചെയ്യണം? 3 ഫാക്ടോറിയൽ വിൽ ബി ഈക്വൽ ടു 3 ഇൻറ്റു 2 ഇൻറ്റു 1. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 6. ഓക്കെ, സോ നമുക്ക് let f of n represent the factorial of n. സോ എന്നിൻ്റെ ഫാക്ടോറിയലിനെ ഞാൻ f of n എന്ന് റെപ്രസെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ ജനറലൈസ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? f of n is equal, അതായത് ഫാക്ടോറിയൽ ഓഫ് n is equal to 1 when n is equal to 0 or 1. സോ എന്നിൻ്റെ വാല്യൂ, അതായത് എൻ്റെ നമ്പർ 0യോ 1ഓ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഫാക്ടോറിയൽ എന്ന് പറയുന്നത് ഓൾവേസ് 1 ആയിരിക്കും. വേറസ് എൻ്റെ നമ്പർ എഫ് ഓഫ് എൻ 0യും 1ഉം അല്ലാത്ത കേസിലാണെങ്കിലോ എനിക്ക് എങ്ങനെ എഴുതാം? n ഇൻറ്റു
ഫാക്ടോറിയൽ ഓഫ് n മൈനസ് 1. ഓക്കെ, സോ അതായത് ഈ എക്സാമ്പിൾ തന്നെ വെച്ച് നമുക്ക് നോക്കാം. സോ നമുക്കറിയാം, ഇപ്പം എൻ്റെ ഫാക്ടോറിയൽ ഓഫ് 3 ആണ് ഞാൻ കണ്ടുപിടിക്കാറുള്ളത്. അതിനെ ഞാൻ റെപ്രസെൻറ്റ് ഫാക്ടോറിയൽ ഓഫ് 3 ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 3 മൈനസ് 1. അതായത് എഫ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് 1 സെയിം. സോ എഫ് ഓഫ് 3 ഈസ് ഈക്വൽ ടു ഫാക്ടോറിയൽ ഓഫ് 3 ഈസ് ഈക്വൽ ടു ഞാൻ എഴുതി 3 ഇൻറ്റു ഫാക്ടോറിയൽ ഓഫ് 2 മൈനസ് 1, സോറി 3 മൈനസ് 1. സോ 3 മൈനസ് 1 എത്രയാണ്? 2 ആണ്. സോ ദിസ് മീൻസ് ദാറ്റ് it will be equal to f of 3 is equal to 3 into factorial of 2 അല്ലേ? and f of 2 എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? 2 into f of 2 minus 1. സോ അതായത് 2 into f of 1. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഫാക്ടോറിയൽ ഓഫ് 1 ആണ്. സോ എഫ് ഓഫ് 1 എന്ന് പറയുന്നത് 1 ആണെന്ന് നമുക്കറിയാം. സോ അപ്പോൾ നമുക്ക് ടോട്ടൽ എങ്ങനെ പറയാം? f of 2 is equal to 2 into f of 1, that is equal to 2 into 1. So അപ്പോൾ നമുക്ക് ടോട്ടൽ ഫാക്ടോറിയൽ ഓഫ് 3 എന്ന് പറയുന്നതിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 3 into f of 2, 3 into 2 into f of 1, 3 into 2 into 1. Okay, that will be equal to 6. So ഇങ്ങനെയാണ് നമ്മൾ ഒരു ഫാക്ടോറിയൽ കണ്ടുപിടിക്കാൻ ഉള്ള ഒരു ജനറൽ ഇക്വേഷൻ. അതായത് എഫ് ഓഫ് എൻ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എഫ് ഓഫ് എൻ മൈനസ് 1. ഓക്കെ, സോ അത് എത്ര എന്നിൻ്റെ വാല്യൂവിനെ അനുസരിച്ചിട്ട് ആ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പോകും. ഓക്കെ, സോ നമ്മൾ ഫാക്ടോറിയൽ എന്ന് പറയുന്നതിന് ഒരു ഫംഗ്ഷനായിട്ട് എടുക്കുക. സോ നമ്മൾ ആ ഫംഗ്ഷനുള്ളിൽ തന്നെ പിന്നെയും ഫാക്ടോറിയൽ കണ്ടുപിടിച്ചുകൊണ്ട് വരിക അല്ലേ? സോ ഈ ഒരു ഫംഗ്ഷനാണ്. ഇതിനകത്ത് ഇതേ ഫംഗ്ഷനിൽ തന്നെ നെക്സ്റ്റ് അതിനായിട്ട് ഒന്ന് കുറച്ചിട്ട് പിന്നെയും അതേ ഫംഗ്ഷൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ഒരു ഫംഗ്ഷൻ അതിനെ തന്നെ മൾട്ടിപ്പിൾ ടൈംസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ റിക്കർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് ഫാക്ടോറിയൽ ഓഫ് എ നമ്പർ ൻ്റെ സിയിൽ വെച്ചിട്ട് ഫംഗ്ഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ റിക്കേഴ്സീവ് ഫംഗ്ഷൻ വെച്ചിട്ട് എങ്ങനെ ഒരു സ്യൂഡോ കോഡ് എഴുതാം. ഓക്കെ, നോക്കാം. സോ ഇവിടെ എൻ്റെ ഫംഗ്ഷൻ്റെ പേര് ഞാൻ ഫാക്ട് എന്നാണ് വിളിക്കുന്നത്, ഫാക്ട് ഓഫ് എൻ. ഓക്കെ, എൻ്റെ ഫാക്ടോറിയൽ. സോ അത് സ്റ്റാർട്ട് ചെയ്യുന്നു. ഇഫ് എന്നിൻ്റെ വാല്യൂ 0യോ 1ഓ ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ 1. അതായത് റിട്ടേൺ 1 എന്ന് പറഞ്ഞാൽ എൻ്റെ റിട്ടേൺ ചെയ്യേണ്ടത് ഫാക്ടോറിയലിൻ്റെ വാല്യൂ ആണ്. സോ 0യോ 1ഓ ആണ് എൻ്റെ എന്നിൻ്റെ വാല്യൂ എന്നുണ്ടെങ്കിൽ വാല്യൂ ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ 1 ആയിരിക്കും, അത് റിട്ടേൺ ചെയ്യാം. ഇനി അതല്ലാത്ത കേസിലോ ഒരു ഓപ്പറേഷൻ പെർഫോം ചെയ്യണം. എന്ത് ഓപ്പറേഷൻ? n ഇൻറ്റു ഫാക്ട് ഓഫ് n മൈനസ് 1. സോ പ്രോസസ്സ് എൻഡ് ചെയ്യാം. സോ ഇതാണ് ഫാക്ടോറിയലിൻ്റെ റിക്കർഷൻ്റെ കേസിലുള്ള ഒരു സ്യൂഡോ കോഡ്. സോ നമുക്ക് നോക്കാം ഫാക്ടോറിയൽ യൂസിങ് റിക്കർഷൻ്റെ പ്രോഗ്രാം എഴുതിയാൽ എങ്ങനെ ഇരിക്കും. സി, ഞാനിവിടെ ഫംഗ്ഷൻ ആണ്, ഒരു റിക്കർസീവ് ഫംഗ്ഷനാണ് ഞാനിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. സോ എൻ്റെ ഹെഡർ ഫയലുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്തിരിക്കുന്നു, ഇൻറ്റ് ഫാക്ട് ഇൻഡൻ. സോ ഫാക്ട് ഓഫ് എന്ന് പറഞ്ഞ ഈ ഒരു ഫംഗ്ഷനാണ്, ഇതാണ് എൻ്റെ ഫംഗ്ഷൻ ഫാക്ട് ഓഫ്. ഇതെൻ്റെ ഫംഗ്ഷൻ ടൈപ്പാണ്. പിന്നെ ഇതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ഇൻറ്റിജർ ടൈപ്പ് വേരിയബിളാണ്. ഓക്കെ, സോ അത് കഴിഞ്ഞ് നമ്മൾ ഡെഫിനിഷനിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് ആദ്യം മെയിനിലേക്ക് വരാം. സോ മെയിനിൽ ഞാൻ 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഈ n എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെ ആണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കുന്നത് ആ നമ്പരും, പിന്നെ ഫാക്ടോറിയൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്യാനായിട്ടുള്ളൊരു വേരിയബിളാണ് ഈ f എന്നുള്ളത്. ഓക്കെ, സോ യൂസറിൽ നിന്ന് ഞാൻ ഏത് നമ്പറിൻ്റെ ആണോ ഫാക്ടോറിയൽ കണ്ടുപിടിക്കേണ്ടത് ആ നമ്പറിനെ റീഡ് ചെയ്ത് എന്നിൽ വെക്കുന്നു. ഓക്കെ, ദെൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഫാക്ടോറിയൽ കണ്ടുപിടിക്കാനുള്ള പ്രോസസ്സ് ഞാൻ എൻ്റെ മെയിൻ ഫംഗ്ഷനിൽ എഴുതുന്നില്ല, പകരം ഞാനൊരു ഫംഗ്ഷൻ കോൾ നടത്തുകയാണ്. ഓക്കെ, സോ ആ ഫംഗ്ഷൻ ഞാൻ എന്ത് ഫംഗ്ഷനെയാണ് വിളിക്കുന്നത്? ഫാക്ട് ഓഫ് n എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനെയാണ് വിളിക്കുന്നത്. സോ ഇത് നോക്കിക്കേ, ഇവിടെ ഞാൻ പാസ് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണ്? പാസ് ബൈ വാല്യൂ കൺസെപ്റ്റ് ആണ്. സോ ഞാൻ ഈ ഫംഗ്ഷനിലേക്ക് n എന്ന് പറയുന്ന പാരാമീറ്ററിനെ പാസ് ചെയ്യാണ്. ഇതപ്പോൾ എൻ്റെ ആക്ച്വൽ പാരാമീറ്റർ. സോ ഇവിടുത്തെ കേസിൽ ആക്ച്വൽ പാരാമീറ്റേഴ്സിനും ഫോർമൽ പാരാമീറ്ററിനും ഞാൻ ഡിഫറെൻറ്റ് പേരൊന്നും കൊടുത്തില്ല, സെയിം പേര് തന്നെയാണ് യൂസ് ചെയ്തത്. കാരണം ഒരു ഫംഗ്ഷന് ഒരു വേരിയബിളേ ഉള്ളൂ, അതുകൊണ്ട്. ഓക്കെ, സോ ഞാനിവിടെ n എന്ന് പറയുന്ന ഫംഗ്ഷനെ പാസ് ചെയ്യാണ്. സോ n ഞാൻ ഇവിടെ റീഡ് ചെയ്തു, എന്നിട്ട് ഈ ഫംഗ്ഷൻ്റെ ഉള്ളിലേക്ക് എന്നിനെ പാസ് ചെയ്യാണ്. ആ ഫംഗ്ഷൻ എന്ത് ചെയ്യണം? എന്നിട്ട് ആ എന്നിൻ്റെ ഫാക്ടോറിയൽ കണ്ടുപിടിക്കണം. ഓക്കെ, സോ ഈ ഒരു ഫംഗ്ഷൻ കോള് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് ഈ ഫംഗ്ഷൻ ഇതിൻ്റെ മെമ്മറിയിൽ എവിടെയാണോ എഴുതിയേക്കുന്നത് അങ്ങോട്ടേക്ക് പോകും. സോ കൺട്രോൾ വിൽ ഗോ ടു ദിസ് പ്ലേസ്. ഓക്കെ, സി ഇവിടെയാണ് ഞാൻ എൻ്റെ ഫംഗ്ഷൻ എഴുതിയേക്കുന്നത്. സോ ഇതിന് പറയുന്ന പേരാണ് ഫംഗ്ഷൻ ഡെഫിനിഷൻ. ഓക്കെ, സോ ഞാൻ ഫംഗ്ഷൻ ഡിക്ലെയർ ചെയ്ത് എങ്ങനെയാണോ അത് തന്നെ അങ്ങനെയാണ് എൻ്റെ ഫംഗ്ഷൻ സ്റ്റാർട്ടും ചെയ്യുന്നത്. സോ ഇത് ഫംഗ്ഷൻ ഹെഡറാണ്. ഓക്കെ, സോ
ഫംഗ്ഷൻ ഹെഡർ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഫസ്റ്റ് കേസ് എന്താണ്? എൻ്റെ എന്നിൻ്റെ വാല്യൂ സീറോ അല്ലെങ്കിൽ 1 ഓർ 0 ഓർ 1 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ 1. സോ ഇഫ് n ഈക്വൽ ടു 0 ഓർ n ഈക്വൽ ടു 1 ആണെന്നുണ്ടെങ്കിൽ റിട്ടേൺ 1. ഓക്കെ, ഈ റിട്ടേൺ 1, ഈ 1 എങ്ങോട്ടാണ് റിട്ടേൺ ചെയ്യപ്പെടുന്നത്? ഈ ഫംഗ്ഷൻ എവിടെയാണോ കോൾ ചെയ്തത് അവിടെ. സോ എഫ് ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഫംഗ്ഷൻ കോൾ ചെയ്തത്. അപ്പോൾ ഈ 1 വാല്യൂ എവിടെ പോയിരിക്കും? എഫിൽ പോയിരിക്കും. ഓക്കെ, സോ ഇത് എന്നിൻ്റെ വാല്യൂ 0യും 1ഉം ആവുന്ന കേസിൽ. ഇനി എന്നിൻ്റെ വാല്യൂ 0യും 1ഉം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതാ നമ്മൾ ഈ ഇക്വേഷൻ നമ്മൾ ഫസ്റ്റിൽ 3യുടെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞതാണ് അല്ലേ. സോ ഇതാണ് നമ്മുടെ റിക്കേഴ്സീവ് ഫംഗ്ഷൻ. ഓക്കെ, സോ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്ത് പോവുക. എന്നിട്ട് ഫാക്ടോറിയൽ കണ്ടുപിടിച്ചിട്ട് എവിടെ റിട്ടേൺ ചെയ്യണം? എഫിൽ റിട്ടേൺ ചെയ്യണം. ഓക്കെ, so now do this program. This is your task. Do this program for finding the factorial of a number using recursion. Okay, ഇനി നിങ്ങൾക്കുള്ള അസൈൻമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ you have to write and execute a C program to display the Fibonacci series using recursion. Recursion വെച്ചിട്ട് Fibonacci series കണ്ടുപിടിക്കാനുള്ള ഒരു C program എഴുതുക, അത് എക്സിക്യൂട്ട് ചെയ്യുക. സോ പ്രീവിയസ് ഇയർ യൂണിവേഴ്സിറ്റിക്കൊക്കെ റിക്കേർഷൻ്റെ പോർഷനിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇതൊക്കെയാണ് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഈ ഫസ്റ്റ് ഇയറിൽ ആദ്യമായിട്ടാണ് ഈ സി പ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന പേപ്പർ വരുന്നത്. സോ ഇതൊക്കെ ചോദിച്ചിട്ടുള്ളത് സെക്കൻഡ് ഇയർ തൊട്ടിട്ടാണ്. ഓക്കെ, so these are some recursion related university questions. Okay, so if you have any doubt you can contact me in my mail ID. Thank you.